ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഇൻസ്പയർഡ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. സമൂഹ മാധ്യമങ്ങളിലൂടെ ഹിറ്റായി മാറിയ തേങ്ങാപ്പാലിൽ മീൻ പൊള്ളിച്ചത് അഥവാ ഫിഷ് നിർവാണയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. ആദ്യമേ നമ്മുടെ മീനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി 1 സ്പൂൺ മുളക് പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മീൻ കഴുകി നല്ല വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുരട്ടി കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ മീനൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. ലോ ഫ്ലെയിമിലിട്ട് 2 വശം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുവാണ്. അപ്പോൾ ഇത് 2 വശം ഒന്ന് ചെറുതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് തേങ്ങാപ്പാലിൽ പൊള്ളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വാഴയില ഇറക്കി വെച്ച് കൊടുക്കുവാണ്. ഇനി നമുക്കതിലേക്ക് വലിയ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില, ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന മീൻ ഇറക്കി വെച്ച് കൊടുക്കുവാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഞാനപ്പോൾ 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ എരിവിനായി 3 മുളക് നടുവേ കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് 1 വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർക്കുകയാണ്. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ നമ്മുടെ നിർവാണ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും എന്നാൽ അതിനത്തെ ടേസ്റ്റുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇത് കഴിച്ചു നോക്കാത്തവർ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.